ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബേക്കറി സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ബണ്ണാണ്, ക്രീം ബണ്ണാണ്. അപ്പം ഞാൻ ക്രീമും ഇത് പുതിയൊരു വെർഷനിലെ ക്രീമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ മാവ് കുഴച്ച് കഷ്ടപ്പെടാതെ നമ്മൾ മാവ് കോരി ഒഴിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബണ്ണിനുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 മുട്ട, പിന്നെ ഒരു കപ്പ് പാലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇളം ചൂടുള്ള പാലാണ്. നമ്മൾ അതായത് കൈ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഒരു ചെറിയൊരു ഇളം ചൂട്, അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നുണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ. ഈ ഒരു ചൂടിലുള്ള പാലെടുത്താൽ നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം പഞ്ചസാര ഇട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ചൂടങ്ങ് ഭയങ്കരമായിട്ട് തണുത്ത് പോവല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇളം ചൂട് പാലിലാണ് നമ്മുടെ ഈസ്റ്റ് ചേർക്കേണ്ടത്. അപ്പം ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം വെച്ചാൽ ഇത് എങ്ങനെയായാലും നമുക്കൊരു 10 മിനിറ്റ് അതിന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം കേട്ടോ. രണ്ടായാലും ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിലും. ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ആക്ടിവേറ്റ് ആയി കിട്ടും. ഒന്ന് ചൂട് വേണം. ഇതിപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കാണുമ്പോൾ അറിയാമല്ലോ, അതാ ഒരു ഫ്രണ്ടിൽ ടോപ്പിൽ നമുക്കിങ്ങനെ ഒരു നന്നായിട്ട് പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇതാണ് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി എന്നുള്ളതിന് ഉള്ള ഏക ഒരു തെളിവ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏതിനുള്ള മാവ് നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി ഞാനൊരു മറ്റൊരു ബൗളിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ട ഞാനൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ബണ്ണൊന്ന് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണ് ഓയിലൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം മുട്ട അടിച്ച് പതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു കണക്ക് മതി. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കുറേശ്ശെ ചേർത്ത് ഒന്ന് വിസ്ക് കൊണ്ട് നമുക്ക് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടയില്ലാതെ കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ 1.5 കപ്പ് മാവ് ഇതുപോലെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. ഇതുപോലെ. അപ്പോൾ നമുക്കിത് കോരി ഒഴിക്കാൻ സൗകര്യത്തിനായിട്ട് കിട്ടും. ഇല്ല, നിങ്ങൾ ഇതിനെ ഒരു പരത്തി നമുക്കൊന്ന് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ 3/4 കപ്പ് പാല് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ അത് ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഒന്ന് കോരി ഒഴിച്ച് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം, എങ്കിലേ ഇത് ഒന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നല്ല ചൂട് സമയമാണ്, ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് എനിക്ക് 2 മണിക്കൂറായപ്പോൾ തന്നെ ഈ ഒരു കണക്കിനെങ്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ആ മാവൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കാണാമല്ലോ. നമുക്ക് ആ മാവിൽ ആ ഒരു ഹോൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ബാറ്റർ കറക്റ്റാണ്. ഇനി നമുക്കിതിരി ഒരു പാനിൽ എണ്ണ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു തവി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇതൊന്നും കൂടെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ എണ്ണയെല്ലാം ഇട്ടിരുന്നാൽ മതി, അതൊന്ന് ചൂടാവും. അപ്പോൾ രണ്ടും ഒരുമിച്ച് അങ്ങ് ചൂടായിക്കോളും. അപ്പോൾ അതവിടെ ഇരുന്ന് ചൂടാവട്ടെ. ഫ്ലെയിം ഇപ്പോൾ ഞാൻ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മാവൊന്ന് ഇതിലോട്ട് ഈ തവിയിലോട്ടാണ് ഒഴിക്കേണ്ടത്, ആ സ്പൂണിലോട്ടാണ് ഒഴിക്കേണ്ടത്. ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് തീരെ നിറയ്ക്കേണ്ട. എന്നിട്ടൊരു ചെറിയൊരു സ്പൂണുണ്ട്, അതിൻ്റെ അറ്റം നമ്മളൊന്ന് എണ്ണയിൽ മുക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ, അതിനാണ്. അപ്പം എണ്ണയിൽ തൊടുമ്പോൾ മാവ് ഈ സ്പൂണിലധികം ഒട്ടില്ല. എന്നിട്ട് ഇത് പതിയെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി വെക്കേണ്ടത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് ഈ മാവിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ, ഇങ്ങനെ ചൂടായിട്ടുള്ള എണ്ണ കുറേശ്ശെ ഒന്ന് ഒഴിച്ച് ഇങ്ങനെ കൊടുക്കണം. ഞാൻ കാണാമല്ലോ, ഒഴിച്ച് കൊടുക്കുമ്പോൾ പതിയെ നമ്മൾ അതിൽ നിന്ന് ഒന്ന് വിടുന്ന ഒരു സ്റ്റേജ്, ഒരു 2-3 സെക്കൻഡ് വേണ്ടി വരും. അത് പതിയെ അതിൽ നിന്ന് സ്പൂണിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇനി വെച്ചേക്കാവും, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ആ സ്പൂണിലേക്ക് ഒരല്പം എണ്ണ നിൽക്കത്തക്ക രീതിയിൽ തന്നെ എടുക്കണേ, കാണിച്ചില്ലെങ്കിൽ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും ഒരു ചെറിയ സ്പൂണിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ ആ എണ്ണ തടകിയ ആ ചുറ്റും അതായത് ടോപ്പൊന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു 2-3 സെക്കൻഡ് വീണ്ടും എണ്ണയിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതിങ്ങനെ ഈ എണ്ണ ഇതിലോട്ട് മേളിലോട്ടൊന്ന് കോരി ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിലൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വരും. എന്നിട്ട് ഇത് 2-3 സെക്കൻഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് ഇതിൽ നിന്ന് ഇളകി വീഴും കേട്ടോ. പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, നമ്മളിങ്ങനെ ഇത് നമ്മൾ ഈ മാവ് ഇങ്ങനെ തമ്മിൽ ഒട്ടാതെ ഒന്ന് നോക്കിക്കോണേ. കാരണം വെച്ചാൽ നമ്മൾ വയ്ക്കുമ്പോൾ അത്രയ്ക്ക് ഒരു പശപ്പായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവുകളൊക്കെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തിട്ട് തിരിച്ച് മറിച്ച്, ഇനി എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ, അതായത് നമ്മൾ ബണ്ണിൻ്റെ ഒരു കളർ നമുക്കറിയാമല്ലോ, ആ ഒരു കളർ വരത്തക്ക രീതിയിൽ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാമേ.
ഫസ്റ്റ് ബാച്ചൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ മാവ് നമുക്ക് തീരും പോലെ ഇതുപോലെ നമുക്കിത് പതിയെ നിന്ന് ചെയ്യാം. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം നമ്മൾ സ്പീഡായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മറ്റേ സാധാരണ രീതിയിൽ കുഴച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പം ഈ രീതിക്കാകുമ്പോൾ ഒരല്പം ടൈം കൺസ്യൂമിങ് തന്നെയാണ്. പക്ഷേ എളുപ്പമാണ്. നമ്മൾ ആ കുഴയ്ക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തിരി അതിൽ നിന്ന് കുറച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. മറ്റേ നമ്മൾ ഒരുപാടിട്ട് കുഴയ്ക്കണം. ഒരു 10-15 മിനിറ്റ് ഇട്ട് മാവിട്ട് കുഴച്ചാലേ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മാവ് സെറ്റായിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് സമയം മതി. പക്ഷേ നമ്മൾ ഈ എണ്ണയിലിടുന്ന പ്രോസസ്സാണ് ഇത്തിരി നമുക്ക് ക്ഷമ വേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് അധികം ടൈം കൺസ്യൂമിങ് അല്ല. പിന്നെ ഇത്തിരി വെയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ നമ്മുടെ മാവൊക്കെ ഒന്ന് ആക്റ്റീവ് ആയി കിട്ടും. അപ്പോൾ എന്തായാലും ഞാനിപ്പം എല്ലാ മാവും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മാവ് കുഴയ്ക്കാതെ എളുപ്പ പണിയാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത്. മറ്റേതാകുമ്പോൾ നമ്മൾ ഒരുപാട് നേരിട്ട് കയ്യിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷമേ നമുക്ക് ഇതിലേക്ക് ക്രീം നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തിനി ക്രീമിൻ്റെ പണി നമുക്ക് നോക്കാം. ക്രീം പണ്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് പാല്, 3 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ പാൽപ്പൊടി, പിന്നെ ഒരു ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഞാനിപ്പോൾ മിൽമയുടെ ബട്ടറാണ് എടുത്തത്. അപ്പോൾ വീട്ടിലുള്ള ബട്ടർ ആയാലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറാണ് എടുക്കുന്നത്. അതിലേക്ക് പഞ്ചസാര ഇട്ട് ആദ്യം ഒന്ന് പൊടിച്ചു കൊണ്ടുവരാമേ നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡറും പിന്നെ ഈ ബട്ടർ ഉണ്ടല്ലോ, ബട്ടറിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ എടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് പാലിൻ്റെ പകുതി പാലൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്തിരി കൂടെ പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെടുത്ത 2 ടേബിൾ സ്പൂൺ കറക്റ്റാണ്. അപ്പോൾ ഇതുകൂടെ എടുത്ത് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ അതാ ഈ ഒരു കണക്കിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു കണക്കിന് ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ അടിച്ചെടുക്കാം. ഈ ഒരു ടെക്സ്ചർ കറക്റ്റാണ്. നമുക്കിത് മതി, ഈ ഒരു കണക്കിന് മതി. ഇതിപ്പോൾ ഞാനിപ്പോൾ മറ്റൊരു ബൗളിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. മറ്റൊരു രീതിയിൽ ബട്ടർ ക്രീം ചെയ്യാം. 1/4 കപ്പ് ബട്ടറിൻ്റെ കൂടെ 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചാൽ നമുക്ക് വേറെ രീതി ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. 20 മിനിറ്റ് ഞാനിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടെക്സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബണ്ണും റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിങ് നമ്മളതിനെ അസംബിൾ ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആ നടുകായിട്ട് നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ ചുറ്റും കൂടെ നമുക്കത് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളല്ലേ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. 1-2 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 4-5 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് വേറെ ഒരു ഇതുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നത് കാര്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബട്ടർ ക്രീം നമുക്ക് ആ രീതിക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം പലരും ഇപ്പോൾ ഈ രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കാണിച്ചതാണ്. ശരിക്കും ബട്ടർ ക്രീം എന്ന് പറയുന്നത് ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിൽ അടിക്കുക അല്ലെങ്കിൽ ബീറ്ററിൽ അടിക്കുക ചെയ്താൽ മതി. ഞാൻ എൻ്റെ കണക്ക് പറഞ്ഞു 1/4 കപ്പ് വീതം. അപ്പം രണ്ടും ഒരേപോലെ എടുത്താൽ മതി. അപ്പോൾ അതാണ് ശരിക്കും ബട്ടർ ക്രീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് വെർഷനൊക്കെ വന്നിട്ടുണ്ട്, പുതിയ വെർഷനൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.